Om Namah Shivaya, children. Good morning, children. Before exam, we have started decimals, and we have learned a few topics in that chapter. That is expanding decimal numbers. Expanding decimal numbers. Do you remember? Did you practice all those? Okay, just in short, I will tell you. Expanding decimal number. If a number is given like 23.27, okay, that you have to expand. That is you have to expand in fractional expansion and decimal expansion. രണ്ട് വിധത്തിലാണ് പഠിച്ചത്. ഫ്രാക്ഷണൽ എക്സ്പാൻഷൻ പിന്നെ ഡെസിമൽ എക്സ്പാൻഷൻ. ഫ്രാക്ഷണൽ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ അത് 2 10s പിന്നെ 3 1s പിന്നെ അതിൻ്റെ ഡെസിമൽ പ്ലേസസ്, അതായത് 0.27, 0.2 പറയുന്നത് 2/10 പ്ലസ് 7/100 ആണ്. അപ്പോൾ അങ്ങനെ അതിനെ ഫ്രാക്ഷണൽ എക്സ്പാൻഷനിൽ എങ്ങനെ എഴുതുക? 2 10s എന്ന് പറയുന്നത് 20 പ്ലസ് 3 1s എന്ന് പറയുന്നത് 3 പ്ലസ് 2/10 എന്ന് പറയുന്നത് 2 10th എന്ന് പറയുന്നത് 2/10 പ്ലസ് 7/100. 100th എന്ന് പറയുന്നത് 7/100. അതിൻ്റെ നേരെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതുമ്പോൾ 2/10 എന്നുള്ളത് 0.2 വരും, 7/100 എന്ന് പറയുന്നത് 0.07. ഇങ്ങനെയാണ് ഫ്രാക്ഷണൽ എക്സ്പാൻഷനും ഡെസിമൽ എക്സ്പാൻഷനും പഠിച്ചത്. പിന്നെ കൺവേർട്ട് ഡെസിമൽ ഫ്രാക്ഷൻ ഇൻ ടു ഡെസിമൽസ് പഠിച്ചത്. കൺവേർട്ട് ഡെസിമൽ ഫ്രാക്ഷൻസ് ഇൻ ടു ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ 143/10 അതിന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് 143/10. അതിനെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ താഴെ എത്ര സീറോ ഉണ്ട്, ഡിനോമിനേറ്ററിൽ എത്ര സീറോ ഉണ്ട് നോക്കുക. കൗണ്ട് ദ നമ്പർ ഓഫ് സീറോസ് ഇൻ ദ ഡിനോമിനേറ്റർ. ദിസ് ഗിവ്സ് യു ദ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. ദെൻ റൈറ്റ് ഓൺലി ദ ന്യൂമറേറ്റർ. പിന്നെ ന്യൂമറേറ്റർ എഴുതുക. എന്നിട്ട് ലെഫ്റ്റിൽ നിന്ന് ഡെസിമൽ പ്ലേസ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് 1 ഡെസിമൽ പ്ലേസാണ് കിട്ടിയത്. 1 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ ഇപ്പോൾ 143 ആണെങ്കിൽ 3ൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൗണ്ട് ചെയ്തിട്ട് 1. അപ്പോൾ പോയിൻ്റ് ഇടുക. 1 ഡിജിറ്റ് പിറം പോയിൻ്റ് ഇടുക. അപ്പോൾ 14.3. ഇങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ 67/100 ആണെങ്കിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 2 ഡെസിമൽ പ്ലേസസ്. 2 zeros ഉണ്ടെങ്കിൽ അപ്പോൾ 2 ഡെസിമൽ പ്ലേസസ് ഇങ്ങോട്ടാണ് പോയിൻ്റ് ഇടുന്നത്. അപ്പോൾ 67 ആണെങ്കിൽ 7ൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 കൗണ്ട് ചെയ്യുക. 2 ഡിജിറ്റ് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യുക. അപ്പോൾ 7 6 പോയിൻ്റ്. അപ്പോൾ 0.67, 0.67 അങ്ങനെയാണ് ഡെസിമൽ ഇടുന്നത്. പിന്നെ കൺവേർട്ടിങ് ഡെസിമൽ ഇൻ ടു ഫ്രാക്ഷൻ. ഡെസിമലിന് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് നേരെ തിരിച്ചിട്ട്, അതായത് 1.8 ആണെങ്കിൽ അപ്പോൾ കൗണ്ട് ദ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് 1 ആണ്. ഡെസിമൽ പ്ലേസ് 1 ആണെങ്കിൽ എത്ര സീറോ? 1 0 ഇടണ്ടേ. അതായത് റൈറ്റ് ദ ഡിനോമിനേറ്റർ വിത്ത് ദ ഡിജിറ്റ് 1 ഫോളോഡ് ബൈ ആസ് മെനി സീറോസ് ആസ് ഡെസിമൽ പ്ലേസസ്. ഇപ്പോൾ 1.8 ആണെങ്കിൽ ആദ്യം 18 എഴുതുക, ഡെസിമൽ ഇല്ലാണ്ട് 18 എഴുതുക. വിത്തൗട്ട് ഡെസിമൽ റൈറ്റ് 18. ദെൻ ഇൻ ഡിനോമിനേറ്റർ how many decimal places are there? 1. So write only 10, that is 1 0 with 1 0. As many decimal places are there, that much you have to add 0 with followed by 1. Okay, ഇത്രയാണ് അന്നേരം പഠിച്ചത്. പിന്നെ പഠിച്ചത് ഇക്വലൻറ്റ് ഡെസിമൽസും കൂടി പഠിച്ചിരുന്നു. അപ്പോൾ ഇക്വലൻറ്റ് ഡെസിമൽസ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ 1.43 ആണെങ്കിൽ ആൻഡ് 1.430 ഇത് രണ്ടും ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ആണ്. ഇപ്പോഴത്തെ സൈഡിൽ അതായത് 1.430 സീറോ ഒരു ചേഞ്ചും ഡെസിമലിൻ്റെ ഇപ്പുറത്ത്, അതായത് ഡെസിമലിൻ്റെ റൈറ്റ് സൈഡിൽ ഉള്ള സീറോ, റൈറ്റ് സൈഡിൽ എൻഡിൽ വരുന്ന, ഇപ്പോൾ ഡിജിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന സീറോന് വാല്യൂ ഇല്ല അവിടെ. The zero at the end does not change the value of a decimal number. ഡെസിമൽ നമ്പറിന് മാറ്റം വരുന്നില്ല. അപ്പോൾ 1.43ൻ്റെ കൂടെ 1.430 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും ഇക്വലൻറ്റ് ഡെസിമൽസ് ആണ്. ഓക്കെ, റിലേറ്റഡ് ടു ദാറ്റ് ഓൺലി
our today's topic, that is like and unlike decimals. Today's our topic is like and unlike decimals. Let us start with like decimals. Decimal numbers with the same number of decimal places are called like decimals. For example, 2.1. 2.1 here, decimal places is 1. Then 2.4 or 0.7. Here decimal place is 1. Here decimal place is 1. 0.7 also decimal place is 1. So these are the like decimals. Next, suppose 0.25, 3.47. Here decimal places, 2 decimal places it has. 4.29. Here it is having 2 decimal places. So these kind of decimals are called like decimals. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് സെയിം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഡെസിമൽസിനെയാണ് ലൈക്ക് ഡെസിമൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അൺലൈക്ക് ഡെസിമൽസ്. Decimal numbers with different number of decimal places are called unlike decimals with different number of decimal places. For example, 0.9, how many decimal places it has? 1 decimal places. Next, 0.92, how many decimal places it has? 2. 6 point or 0.902, how many decimal places it has? 3. So these kind of decimals are called unlike decimals. Clear? Okay, decimals with the different number of decimal places are called unlike decimals. Decimals with same number of decimal places are called like decimals. Next is converting unlike decimals into like decimals. Okay, unlike decimals na ingane convert cheya. Unlike decimals can be converted into like decimals by finding their equivalent decimals. ആദ്യം അതിൻ്റെ ഇക്വലൻറ്റ് ഡെസിമൽ കണ്ടുപിടിച്ചിട്ട് അതിനെ അൺലൈക്ക് ഡെസിമൽസിനെ ലൈക്ക് ഡെസിമലിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് അൺലൈക്ക് ഡെസിമൽസിന് എടുക്കാം നമുക്ക്. അപ്പോൾ 2.351, ദെൻ 0.4, പിന്നെ 6.345. Okay, here these are the 3 unlike fractions. We have to convert this into like fractions. Like fractions like മാറ്റുമ്പോൾ എങ്ങനെ ചെയ്യുക? ആദ്യം നോക്കുക എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്. ഒരു നമ്പറിൽ ഒരു ഡെസിമൽസിന് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഇവിടെ എത്രയുണ്ട്? 2. ഇതിലെത്രയുണ്ട്? 1. ഇതിലെത്രയുണ്ട്? 3. അപ്പോൾ മാക്സിമം എത്രയുള്ള? 3. അപ്പോൾ ബാക്കി നമ്പേഴ്സിലും അത്ര തന്നെ ഡെസിമൽ പ്ലേസസ് ആക്കി അതിനെ ഇക്വലൻറ്റ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇക്വലൻറ്റ് ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യുക? ഇപ്പോൾ ഇവിടെ 2 ആണെന്നുള്ളത് എത്ര ആക്കണം? 3 ആക്കണമെങ്കിൽ ഒരു 0 at the right side, right end of the decimal, we have to add 1 0, like 2.350. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 ഡെസിമൽ പ്ലേസ് ആയി. ഇവിടെ നോക്കിക്കോ 0.4, ഇവിടെ 1 ഡെസിമൽ പ്ലേസേ ഉള്ളൂ. ബാക്കി എന്ത് ചെയ്യണം? 2 more zeros we have to add. 2 more zeros. ഇവിടെ ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ 6.345. അപ്പോൾ ഇനിയിപ്പം 3നും 3 ഡെസിമൽ പ്ലേസസ് ആണ്. അപ്പോൾ ഇത് 3 എന്തായിരിക്കും? ഇത് 3ഉം like decimals. These 3 are like decimals. And what about these 3 already given? It is a unlike decimals. We have converted this unlike decimals into like decimals. Clear? Children, today I am taking this much only because you have to practice first from the beginning onwards for this chapter, and then we can
take the next topic in our next class. Okay, thank you.